അസ്സലാമലൈക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. പെർക്കിൽ നമ്മൾ മോട്ടോർ കാറിൻ്റെ ടോപ്പിക്കാണ്, പോർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിൽ ഒരു പ്രോബ്ലം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 12 നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓക്കെ. ട്രീറ്റ്മെൻറ്റ് ഓഫ് കാർ ഫെസിലിറ്റി. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി പെർക്ക് ഓഫ് കാർ പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി ആൻഡ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ഇൻ ദി ഫോളോയിങ് കേസസ്. നമ്മൾക്ക് ഒരു പ്രോബ്ലം മോട്ടോർ കാറിൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മിസ് നോക്കാൻ പറഞ്ഞത് ഏതാണ്, ആരുടെ ഓണർഷിപ്പിലുള്ള കാറാണെന്നാണ് ഫസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട് ആരുടെ ഓണർഷിപ്പിലുള്ള കാറാണ്. ശ്രദ്ധിക്കുക, ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി പെർക്ക് ഓഫ് കാർ പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി. എംപ്ലോയിക്ക് കൊടുത്തതാണ്, ആരായിരിക്കും? തീർച്ചയായിട്ടും എംപ്ലോയർ കൊടുത്തതാണ്. ആൻഡ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. ആരാണ് ഓൺ ചെയ്യുന്നത്? എംപ്ലോയറാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോട്ടോർ കാറിൻ്റെ വാല്യുവേഷനിൽ ഫസ്റ്റത്തെ കാറ്റഗറി കിട്ടി, ഓൺഡ് ബൈ എംപ്ലോയർ. ഓക്കെ. ഇനി അടിയിലേക്ക് പോവാം. ലാർജ് കാറാണ്. ഓൾ എക്സ്പെൻസസ് ബോൺ ബൈ ദി എംപ്ലോയർ. ദി കാർ ഈസ് സോൾലി യൂസ്ഡ് ഫോർ ദി ഒഫീഷ്യൽ പർപ്പസ്. ഇനി മിസ്സ് പറഞ്ഞിരുന്നത് ഓൺഡ് ബൈ എംപ്ലോയർ ആയാലും ഓൺഡ് ബൈ എംപ്ലോയി ആയാലും നമ്മൾ അടുത്തത് നോക്കേണ്ടത് എന്ത് യൂസിന് വേണ്ടിയിട്ടാണ് അവൻ ആ കാർ ഉപയോഗിക്കുന്നതെന്നാണ്. 3 യൂസസ് ഉണ്ട്. ഒഫീഷ്യൽ യൂസസിന് ഉപയോഗിക്കാം, ആൻഡ് സോൾലി ഫോർ പ്രൈവറ്റ് യൂസ് ആകാം, പേഴ്സണൽ യൂസ് ആകാം, അല്ലെങ്കിൽ 2 യൂസിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാറാകാം. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ സബ് പോയിന്റിൽ തന്നിട്ടുള്ളത് ഓൾ എക്സ്പെൻസസ് ബോൺ ബൈ ദി എംപ്ലോയർ. അതവിടെ നിൽക്കട്ടെ. ദി കാർ ഈസ് സോൾലി യൂസ്ഡ് ഫോർ ദി ഒഫീഷ്യൽ പർപ്പസ്. കാർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാർട്ട് എടുത്ത് വെക്കുക, നിർത്തി വെക്കുക ഫ്രണ്ടിൽ. എന്നിട്ട് നോക്കാം, ഓൺഡ് ഓർ ഹയേർഡ് ബൈ എംപ്ലോയർ. ഓൺഡ് ബൈ എംപ്ലോയർ ആണ്, ഒഫീഷ്യൽ യൂസിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്താണ്? നില്ലാണ്. വാല്യൂ ഓഫ് ദി പെർക്ക് ഈസ് നിൽ. നമുക്ക് ടാക്സബിൾ അല്ല ഈ എമൗണ്ട്. ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ ടാക്സബിൾ അല്ല. ഓക്കെ, അതാണ് മിസ് അവിടെ നിൽ എന്നിട്ടിരിക്കുന്നത്. ഓൾ എക്സ്പെൻസസ് ബോൺ ബൈ ദി എംപ്ലോയർ, അതൊന്നും പിന്നെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്താണ്? ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾക്ക് വാല്യൂ ഓഫ് പെർക്ക് നില്ലാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. അപ്പോൾ നെക്സ്റ്റ് സബ് പോയിൻ്റ് ഇവിടെ അപ്പോൾ വാല്യൂ ഓഫ് പെർക്ക് ഇല്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് സബ് പോയിൻ്റ് ലാർജ് കാറാണ്. ഓർത്ത് വെക്കുക, ലാർജ് കാറാണ്. ഓൾ എക്സ്പെൻസസ് ബോൺ ബൈ ദി എംപ്ലോയറാണ്. എംപ്ലോയറാണ് എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യുന്നത്. വിച്ച് ആർ ₹60,000 ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. 60,000 ആണ് ആ എക്സ്പെൻസ് നമുക്ക് വരുന്നത്. കോസ്റ്റ് ഓഫ് ദി കാർ ഈസ് 2,80,000. കാറിൻ്റെ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നറിയാം. ഇത്രയും വായിച്ചിട്ട് സബ് പോയിൻ്റ് 2 വായിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് യൂസിന് വേണ്ടിയാണ് കിട്ടിയെന്ന് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഒഫീഷ്യലിനാണോ പേഴ്സണൽ യൂസ് ആണോ മിക്സഡ് യൂസ് ആണോ എന്ന് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. സബ് പോയിൻ്റ് 2ൽ ദി കാർ ഈസ് സോൾലി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിയുടെ പ്രൈവറ്റ് പർപ്പസിന് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാർട്ട് മനസ്സിലേക്ക് വരാം. മോട്ടോർ കാറിൽ ഓൺഡ് ബൈ എംപ്ലോയർ കാറ്റഗറിയാണ്. അതിൽ ഒഫീഷ്യൽ യൂസ് അല്ല എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസിനാണ്. അപ്പം മിസ് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിരുന്നു. എന്താണ്? ആക്ച്വൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എത്രയാണ്? ആക്ച്വൽ കോസ്റ്റ് ഓൾ എക്സ്പെൻസ് ബോൺ ബൈ ദി എംപ്ലോയർ വിച്ച് ആർ 60,000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക്. ആക്ച്വൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് 60,000 ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ പ്ലസ് ഡ്രൈവേഴ്സ് സാലറി നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം. ഡ്രൈവേഴ്സ് സാലറി തന്നിട്ടില്ല, അപ്പോൾ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല. പ്ലസ് 10% ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ദി കാർ നമുക്ക് തന്നിട്ടുണ്ട് 2,80,000. 2,80,000ൻ്റെ 10% 28,000. അപ്പോൾ നമുക്ക് വരുന്നത് വാല്യൂ ഓഫ് പെർക്ക് സെക്കൻഡ് കേസിൽ വരുന്നത് എത്രയാണ്? 60,000 പ്ലസ് 28,000. നോക്കാം സൊല്യൂഷനിൽ സബ് പോയിൻ്റ് 2 നോക്കാം, ശ്രദ്ധിക്കാം. വാല്യൂ ഓഫ് പെർ കേസ് 60,000 എന്നാണ് എക്സ്പെൻസസ്. ദാ ഓൾ എക്സ്പെൻസസ് ബോൺ ബൈ ദി എംപ്ലോയർ വിച്ച് ആർ 60,000. ആ 60,000 പ്ലസ് നമുക്ക് ഡ്രൈവേഴ്സ് സാലറി പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഡ്രൈവറുടെ സാലറി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ദെൻ നമ്മൾക്ക് 10% ഡിപ്രീസിയേഷൻ എടുക്കണം. 2,80,000 ആണ് ഒറിജിനൽ കോസ്റ്റ്.
അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 28,000. അങ്ങനെ നമുക്ക് വാല്യൂ ഓഫ് പെർക്ക് 88,000 ആസ് ദി കാർ ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ദി പ്രൈവറ്റ് പർപ്പസ് എന്ന് നമുക്ക് സൊല്യൂഷനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ പോയിൻറ്റ് 2 വായിക്കാം. ലാർജ് കാറാണ്. പോയിൻറ്റ് 2 അല്ല, സോറി 3. ലാർജ് കാറാണ്. മൈൻഡിൽ വെക്കാട്ടോ, ലാർജ് കാർ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. മെൻഡ് ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ്. അപ്പോൾ ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്ന് ക്വസ്റ്റ്യൻ്റെ ആദ്യത്തിലും നമുക്ക് കോമൺ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് എന്ത് യൂസിനാണ് ഉപയോഗിക്കുന്നതെന്ന്. ഫസ്റ്റത്തെ സബ് പോയിൻ്റ് ഒഫീഷ്യൽ യൂസിനായിരുന്നു. സെക്കൻഡ് സബ് പോയിൻ്റ് പ്രൈവറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനായിരുന്നു. തേർഡ് സബ് പോയിൻറ്റിൽ പറയുന്നത് എന്താണ്? ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസിനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ്. അവിടെ നമ്മൾ 2 കാറ്റഗറി ആക്കുന്നുണ്ട്. എക്സ്പെൻസസ് ഓഫ് കാർ ബോണ്ട് ബൈ എംപ്ലോയർ ഉണ്ട്, എക്സ്പെൻസസ് ഓഫ് കാർ ബോണ്ട് ബൈ എംപ്ലോയി ഉണ്ട് അല്ലേ. ബോത്ത് യൂസിനാണെങ്കിൽ 2 കാറ്റഗറി നമ്മൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ മെൻഡ് ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ് ഓൾ എക്സ്പെൻസസ് ബോണ്ട് ബൈ ദി എംപ്ലോയർ. ഫസ്റ്റ് കാറ്റഗറി ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് യൂസ്. ബോത്ത് യൂസിൽ ഓൾ എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയി അല്ല എംപ്ലോയർ ആണ്. ഫസ്റ്റത്തെ പോയിൻ്റാണ് എംപ്ലോയർ. ചാർട്ട് എടുക്കാം കേട്ടോ, ചാർട്ട് എടുത്ത് വെച്ചിട്ട് നോക്കാം. എങ്കിൽ ഇനി എംപ്ലോയർ ആണ് ബോണ്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലാർജ് കാറാണോ സ്മോൾ കാറാണോ എന്ന് നോക്കണം. നമുക്ക് ഫസ്റ്റത്തെ സബ് പോയിൻറ്റ് 3യുടെ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ലാർജ് കാർ, അത് ലാർജ് കാറാണ്. അപ്പോൾ സ്മോൾ കാർ അല്ല, ലാർജ് കാറാണ്. ലാർജ് കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? 2,400 പെർ മന്ത് പ്ലസ് 9,000 പെർ മന്ത് ഡ്രൈവറുടെ സാലറി, അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ദി വാല്യൂ ഓഫ് പെർക്ക് വിൽ ബി 2,400 ഇൻറ്റു 12. ഓക്കെ, അതാണ് വാല്യൂ ഓഫ് പെർക്ക് നമുക്ക് വരുന്നത്. ദെൻ പിന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു, 2,400 പെർ മന്ത് പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി 9,000 പെർ മന്ത്. ഇവിടെ എന്താ 900 പെർ മന്ത് എന്ന്. 900 പെർ മന്ത് എടുക്കാനതിൻ്റെ കാരണം എന്താണ്? ലാർജ് കാറാണ്, എക്സ്പെൻസസ് ബോണ്ട് ബൈ എംപ്ലോയർ ആണ്, ലാർജ് കാറാണ്. പക്ഷേ അവിടെ നമുക്ക് ഡ്രൈവറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഡ്രൈവറുടെ കാര്യം അവിടെ സൂചിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ഡ്രൈവറുടെ സാലറി 900 കൊടുക്കണ്ട. വെറുതെ നമ്മൾ സാലറി കൊടുക്കുന്നതായിട്ട് കാണിക്കില്ലല്ലോ. ഡ്രൈവർ ഉണ്ടെങ്കിലേ നമ്മൾ ആ സാലറി 900 എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വാല്യൂ ഓഫ് പെർക്ക് 2,400 ഇൻറ്റു 12. നെക്സ്റ്റ് സബ് പോയിൻറ്റ് 4 സ്മോൾ കാറാണ്. മെൻഡ് ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ്. ബോത്ത് യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഓൾ എക്സ്പെൻസസ് ബോണ്ട് ബൈ ദി എംപ്ലോയർ തന്നെയാണ് എല്ലാ എക്സ്പെൻസസും ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? സ്മോൾ ആണോ ലാർജ് കാറാണോ എന്നാണ്. സ്മോൾ കാറാണ് അല്ലേ. ഇവിടെ നേരത്തെ ലാർജ് കാറായിരുന്നു, ഇവിടെ സ്മോൾ കാറാണ്. സ്മോൾ കാറാണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 1,800 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത് ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ സാലറിയും കൊടുക്കണമെന്ന്. ഇവിടെ ഡ്രൈവർ സാലറി കൊടുക്കുന്നുണ്ടോ? തൊട്ട് താഴത്തെ സെൻറ്റൻസ് നോക്കുക. ഷെഫർ ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ ഫ്രീ ഓഫ് ചാർജ്. ഷെഫർ എന്ന് വെച്ചാൽ ആരാണ്? നമ്മളുടെ ഡ്രൈവറെ പറയുന്നതാണ്. ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ ഫ്രീ ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ 900 കൂടി നമ്മളിവിടെ പെർ മന്ത് ആഡ് ചെയ്യണം. അപ്പോൾ 1,800 പെർ മന്ത് പ്ലസ് 900 ഡ്രൈവറുടെ സാലറി പെർ മന്ത്. അപ്പോൾ നോക്കാം സൊല്യൂഷനിൽ 4th പോയിൻ്റ് നോക്കിയാൽ വാല്യൂ ഓഫ് പെർ കേസ് സച്ച് ആസ് കേസ് വിൽ ബി 1,800 പെർ മന്ത്. ദറ്റ് ഈസ് 1,800 ഇൻറ്റു 12 plus chauffeur's salary of rupees 900 per month. That is 900 into 12. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് പെർക്ക് നമുക്ക് ടോട്ടൽ വരുന്നത് 32,400 ആണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പോയിൻ്റ്, ലാസ്റ്റ് സബ് പോയിൻ്റ് 5. 2 സ്മോൾ കാർസ്. 2 ചെറിയ കാറുകളുണ്ട്. ആർ പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി. 2 കാറുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 2 കാറുണ്ട്. എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ട്. ഫോർ പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൈൻ്റനൻസ് എക്സ്പെൻസസ് ഓഫ് കാർ ആർ ബോണ്ട് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ തന്നെയാണ് മൈൻ്റനൻസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. അതർ ഇൻഫോർമേഷൻസ് ഇൻ ദിസ് കണക്ഷൻ ആർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാറ് 2 കാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരെണ്ണം ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കും, ഒരെണ്ണം 2 യൂസിന് ഉപയോഗിക്കുന്നതായിട്ടും മറ്റൊരെണ്ണം പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നതായിട്ടും കണക്കാക്കണം. അതായത് ഒരു തൻ്റെ എംപ്ലോയിക്ക് 2 കാറ് കൊടുക്കുന്നുണ്ട് പെർക്കായിട്ട് എങ്കിൽ
നമ്മൾ പഠിച്ച ഈ കേസുകളിൽ എന്ത് യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതുള്ളത് എന്ന കേസിൽ ഒരെണ്ണം ഫസ്റ്റ് കാർ നമ്മൾ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് യൂസിന് ഉപയോഗിക്കുന്നതായിട്ട് കണക്കാക്കണം. രണ്ടാമത്തെ കാറ് ഫുള്ളി പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നതായിട്ടും നമ്മൾ കണക്കാക്കണം. ഓക്കെ, അങ്ങനെയാണ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി കാർ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ എക്സ്പെൻസ് ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസും നമുക്ക് തരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഫീഷ്യൽ പർപ്പസിനാകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ്. ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കണം അല്ലേ? എക്സ്പെൻസസ് ബോൺ ബൈ എംപ്ലോയർ ആണോ എക്സ്പെൻസസ് ബോൺ ബൈ എംപ്ലോയി ആണോ എന്ന് നോക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഓഫ് കാർസ് ആർ ബോൺ ബൈ ദി എംപ്ലോയർ. ഫസ്റ്റ് കാറ്റഗറിയാണ് ബോൺ ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് ലാർജ് കാറാണോ സ്മോൾ കാറാണോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? 2 സ്മോൾ കാർസാണ്, 2 ചെറിയ കാറുകളാണ് എങ്കിൽ 1800 പെർ മന്ത് പ്ലസ് 900 പെർ മന്ത്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സൊല്യൂഷനിലേക്ക് നേരെ പോവാണ് കേട്ടോ മിസ്സ്. സൊല്യൂഷനിലേക്ക് പോവാം. പോയിൻറ്റ് 5 ഫസ്റ്റ് കാർ ഈസ് ടേക്കൺ ഫോർ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്, ഹെൻസ് പെർക്ക് വാല്യൂ വിൽ ബി. ഇവിടെ നമ്മൾ ഡ്രൈവറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ല, ക്വസ്റ്റ്യനായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ 1800 × 12 21,600 ആണ് വാല്യൂ ഓഫ് പെർക്ക് നമ്മൾ എടുക്കേണ്ടത്. ഇനി മിസ് പറഞ്ഞിരുന്നു ഫസ്റ്റ് കാറ് മിസ് കണ്ടോ ബ്രാക്കറ്റിൽ അതിൻ്റെ മേലെ തൊട്ട് മേലെ ഇരിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കാറിൻ്റെ മേലെ ബോത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് കാർ എന്തിനു ഉപയോഗിക്കുന്നതായിട്ട് കണക്കാക്കണം? നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നതായിട്ട് കണക്കാക്കണം. പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആക്ച്വൽ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസസ് പ്ലസ് ഡ്രൈവേഴ്സ് സാലറി പ്ലസ് 10% ഡിപ്രീസിയേഷൻ. ഇവിടെ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി കാർ 2,08,000 തന്നിട്ടുണ്ട്, 80,000 തന്നിട്ടുണ്ട്. അതെന്തിനാണ്? ഡിപ്രീസിയേഷൻ കണക്കാക്കാനാണ്. എക്സ്പെൻസസ് ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് തന്നിട്ടുണ്ട് 50,000. ഇവിടെ ഡ്രൈവറുടെ സാലറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. സൊല്യൂഷനിലേക്ക് പോവുക. പോയിൻറ്റ് 5 ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് കാർ ഈസ് ഡീംഡ് ടു ബി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓൺലി, ഹെൻസ് പെർക്ക് വാല്യൂ വിൽ ബി എക്സ്പെൻസസ് ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് 50,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓഫ് 2,80,000. കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഓർ കോസ്റ്റ് ഓഫ് ദി മോട്ടോർ കാറിൻ്റെ 10% പറയുന്നത് 28,000. അങ്ങനെ ടോട്ടൽ 78,000 ആണ് വാല്യൂ ഓഫ് പെർക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഫസ്റ്റ് കാറ് ബോത്ത് യൂസിനും സെക്കൻഡ് കാറ് പേഴ്സണൽ യൂസിനും വേണ്ടി ഉപയോഗിക്കുക. 2 കാറ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് എങ്കിൽ. ദെൻ ലാസ്റ്റ് സബ് പോയിൻറ്റ് 6th സബ് പോയിൻറ്റ് ലാർജ് കാറാണ്. മെൻറ്റ് ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്. ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസസ് ആണ്. അപ്പോൾ നമ്മളിനി നോക്കേണ്ടത് ഏതാണ്? എക്സ്പെൻസസ് ബോൺ ബൈ എംപ്ലോയർ ആണോ ബോൺ ബൈ എംപ്ലോയി ആണോ? പ്രൈവറ്റ് എക്സ്പെൻസസ് ബോൺ ബൈ ദി എംപ്ലോയി ആണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ സ്മോൾ ആണോ ലാർജ് ആണോ നോക്കണം. എന്ത് കാറാണ് ഇവിടെ? ലാർജ് കാറാണ്. ലാർജ് കാറാണെങ്കിൽ നമ്മളെ ചാർട്ട് നോക്കാം. 900 പെർ മന്ത് പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്ത് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഡ്രൈവറെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ 900 പെർ മന്ത്. സൊല്യൂഷൻ നോക്കാം. ഇഫ് ദി എക്സ്പെൻസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് ഓഫ് ദി കാർ ഫോർ പ്രൈവറ്റ് പർപ്പസ് ആർ മെറ്റ് ബൈ ദി എംപ്ലോയി, the value of the perquisite in the case of large car will be 900 per month. That is 900 into 12 ചെയ്യണം നമ്മൾ. That is 10,800. ഓക്കെ, അപ്പോൾ മിസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നും കൂടി ക്ലിയർ ചെയ്തുതരാം. നമ്മളുടെ കയ്യിൽ മോട്ടോർ കാറിൻ്റെ വാല്യുവേഷനായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾക്ക് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, എംപ്ലോയറുടെ കയ്യിലാണോ എംപ്ലോയിയുടെ കയ്യിലാണോ എന്ന് നോക്കണം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എംപ്ലോയറുടെ കയ്യിലാണോ ഓണർഷിപ്പ്, 6 കേസിലും എംപ്ലോയറുടെ കയ്യിലാണ് ഓണർഷിപ്പ്. അപ്പോൾ നമ്മൾ എംപ്ലോയിയുടെ ഓണർഷിപ്പിലുള്ള കേസ് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് എംപ്ലോയറുടെ ഓണർഷിപ്പിലാണ് കാറ്.
പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കേണ്ടത് എന്താണ്, എന്ത് യൂസിന് വേണ്ടിയിട്ടാണ് ഈ കാർ ഉപയോഗിക്കുന്നതെന്ന് നോക്കണം അല്ലേ. പ്രൈവറ്റ് യൂസിനാണോ ഒഫീഷ്യൽ യൂസിനാണോ രണ്ട് യൂസിനും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കേണ്ടത്. ഒഫീഷ്യൽ യൂസിനാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് പെർക്കിനിലാണ്. പ്രൈവറ്റ് യൂസിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, ആക്ച്വൽ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് കോസ്റ്റ് പ്ലസ് ഡ്രൈവേഴ്സ് സാലറി പ്ലസ് 10% ഓഫ് അസറ്റ് ഓർ കാർ. ഓക്കെ, ഇനി ബോത്ത് യൂസിന് വരുമ്പോഴാണ് പിന്നെയും 2 കാറ്റഗറി വരുന്നത്. എന്താണ്, എക്സ്പെൻസസ് എംപ്ലോയി മീറ്റ് ചെയ്യുന്നതും എക്സ്പെൻസസ് എംപ്ലോയർ മീറ്റ് ചെയ്യുന്നതും എക്സ്പെൻസസ് എംപ്ലോയർ മീറ്റ് ചെയ്യുമ്പോഴും എംപ്ലോയി മീറ്റ് ചെയ്യുമ്പോഴും കാറിനെ നമ്മൾ സ്മോൾ കാറെന്നും ലാർജ് കാറെന്നും തരംതിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു നിശ്ചിത എമൗണ്ട് പെർക്കിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ 900 പെർ മന്ത് സ്മോൾ കാർ ആയാലും ലാർജ് കാർ ആയാലും എല്ലാ കേസിലും 900 പെർ മന്ത് ഡ്രൈവർക്ക് കൊടുക്കണം. അത് ഡ്രൈവറെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി, അതും ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കാർ എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കാറ് നമ്മൾ ബോത്ത് യൂസിന് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കണം. സെക്കൻഡ് വണ്ണ് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നതായിട്ടും കാണിക്കണം. ഓക്കെ.